ഹായ് ഫ്രണ്ട്സ് ടൊയോട്ട മാഫിയ ടൈറ്റിൽ മനസ്സിലായില്ലേ. ഇപ്പോൾ നമുക്ക് ഹീറോയിൻ ഇന്ത്യ ഗേൾ, ട്രഡീഷൻ ഗേളാണ് ഇന്ത്യ. ഇപ്പോൾ ഷുഗറെ നോക്കുക. ഷുഗർ ഒരു മാഫിയ ആണ്. മാഫിയ പറഞ്ഞാൽ സീക്രട്ട് മാഫിയ ഒരു ഐഡലാണ്. ഹീറോയ്ക്ക് ഷുഗറിന് ഒത്തിരി ഇഷ്ടമാണ്. ഒരു ക്രഷ് മാത്രമല്ല, ഒരു ലവ്. അങ്ങനെ ഷുഗറെ എങ്ങനെ മീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആകാം. വീട്ടിൽ അച്ഛനമ്മയുടെ വഴക്കുണ്ടാക്കുക. ഹീറോയ്ക്ക് ഹീറോയിൻ്റെ അച്ഛനമ്മ പറയാണ്, നീ മാരേജ് കഴിച്ച് നിനക്ക് കൊറിയൊക്കെ പോവാന്ന് ഹീറോയിൻ്റെ ഡാഡി മമ്മി പറഞ്ഞത്. ഹീറോയ്ക്ക് ഒന്നും ഇഷ്ടമല്ലായിരുന്നു. മാരേജ് കഴിക്കാൻ പറഞ്ഞത് വേറെ ആരും ഇല്ലായിരുന്നു. ഹീറോയിൻ്റെ ഡാഡീൻ്റെ ഫ്രണ്ടിൻ്റെ മോന. അവനൊരു പ്ലേ ബോയാണ്. ഹീറോയ്ക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം എന്ത് ചെയ്യാം, ഇവന് മാരേജ് മുടക്കണം. ഷൊക്ക ഇങ്ങനെ ഇന്ത്യയിൽ വന്നു പാട്ട് ഇന്ത്യയിൽ പറഞ്ഞ പ്ലേസിലല്ലേ വന്നതായിരുന്നു. ഹീറോയ്ക്ക് ആ ന്യൂസ് വന്നു. മച്ചി എന്നടി എടി ഡിസംബർ 70 വന്നിട്ടുണ്ട്, നമുക്ക് ആ പ്ലേസിൽ പോവാം. ഇന്ത്യയിലായിരുന്നു, വലിയ ഒരു ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ് വന്നത്. തമിഴ്നാട്ടിലേക്ക് വന്നത് ഹീറോയ്ക്ക് ഹാപ്പി ആയിരുന്നു. തമിഴ്നാട്ടിലേക്ക് വന്നിരുന്നു. തമിഴ്നാട്ടിലാണ് വരുന്നത്. അവർ പറഞ്ഞായിരുന്നു, ഇവിടെ കയറിയില്ല മച്ചി. ഇല്ലടി, തമിഴ്നാട്ടിൽ വലിയ സ്റ്റേജ് ഉണ്ട്, അതുകൊണ്ടാണ് തമിഴ്നാട്ടിലേക്ക് വന്നത്. തമിഴ്നാട്ടിൽ വന്നതാ? അങ്ങനെ തമിഴ്നാട്ടിൽ വന്നായിരുന്നു. തമിഴ്നാട്ടിൽ വന്നതാ? തമിഴ്നാട്ടിലൊക്കെ വന്നത്. അപ്പോൾ ഇങ്ങക്കല്ലടി വന്നത്. സോറി മച്ചി, ഞാൻ ചുമ്മാ ജോക്ക് പറഞ്ഞതാ. ജോക്ക്? അപ്പോൾ തമിഴ്നാട് വന്നത് പറഞ്ഞ? സോറി മച്ചി, ഞാൻ ചുമ്മാ ജോക്ക് പറഞ്ഞതാ. തമിഴ്നാട്ടിലൊക്കെ ഇവിടെയൊക്കെ വരുന്നത്. എന്ത് ഇന്ത്യ കേരളത്തുക? അതെടി, കേരളത്തിൽ വരുന്നതാ. ഇവിടെ കുറേ ആർമീസിലുണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഒരു നമ്മളെ മൊട്ട അങ്കിൾ, ആ അങ്കിളുടെ വലിയ സ്റ്റേജുണ്ട്. അവിടേക്കാണ് വരുന്നത്. ഓ അങ്കിളിൻ്റെ, അയ്യോ അവിടേക്കാണ് വരുന്നത്, നമുക്ക് പോവാം. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് സ്റ്റേജ്, അങ്ങനെ വലിയ സ്റ്റേജ് അവിടേക്ക് വന്നായിരുന്നു. അങ്ങനായിട്ട് അവിടെ ഹീറോയി ഭയങ്കര ജോലിയായിട്ട് റെഡിയായിട്ട് നല്ല സുന്ദരമായിട്ട് നല്ല ഫോട്ടോ ഇത് കാണാനൊക്കെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഡിസംബർ കാണാൻ പോയി. അങ്ങനെ പാട്ട് സോങ്സ് എല്ലാം കഴിഞ്ഞായിരുന്നു. ഇങ്ങനെ സ്മൈൽ ചെയ്ത് ഇങ്ങനെ ഒന്ന് പാട്ട് പാടി ഡാൻസ് ചെയ്ത് ഇങ്ങനെ കളിച്ചിട്ട് യഥാർത്ഥ ഹീറോയിനെ കണ്ടു. ഷുഗർക്ക് കണ്ണ് വയക്കുമ്പോൾ ഹീറോയിനെ എന്ന് ശ്രദ്ധിക്കായിരുന്നു. ഷുഗർ ഇത് ഫ്രണ്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓ എന്തോന്ന് നടക്കുന്നല്ലോടാന്നിട്ട്. അങ്ങനെ ഷുഗർന്ന് ശ്രദ്ധിക്കുന്നത് നോക്കിയെന്ന്. ശരി, ഓക്കെ നടക്കട്ടെ. എന്നാൽ ഷുഗർ ഡാൻസ് പാട്ടെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഷുഗർക്ക് എങ്ങനെയായിട്ടൂടെ സംസാരിക്കാം, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. അങ്ങനെ ഷുഗർ ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. ശരി, ഒരിക്കലേ നോക്കാതെ ഷുഗർ ട്രൈ ചെയ്യാമെന്ന് ഇരിച്ചു പോയി. അതെ, ഷുഗർക്ക് പറഞ്ഞ മാഫിയ കിങ്ങാണ്. അതുകൊണ്ട് ഷുഗർക്ക് നിറയെ ഗേൾസ് അവൻ കൂടെ ക്ലോസ് ആയിരിക്കും. മാത്രമല്ല ഷുഗർക്ക് ഇപ്പോൾ ഹീറോയും വളരെ കാണുന്നതാണ്. ഇവളെ ട്രൈ ചെയ്യാമെന്ന് ഷുഗർ ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയി പറഞ്ഞിരുന്നു, ശരിടി, ഹലോ എന്താ അമ്മ പറഞ്ഞ? അയ്യോ മച്ചി, എന്തടി നാളെ എനിക്ക് മാരേജ് അടി. ഇത് ഷോക്കായിടി. എന്നടി പറയാം? ഇല്ലടി, അവനിക്ക് ലണ്ടനിൽ ജോബ് കിട്ടിയായിരുന്നടി, അതുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞ ലേറ്റായിടി. ശരി, ഓക്കെ, എല്ലാം മമ്മി പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പോവാം എന്നും പറഞ്ഞിരുന്നു. ഷുഗർ ശ്രദ്ധിച്ചായിരുന്നു. ഷുഗർ അങ്ങനെ ഹീറോയി എന്നൊന്നും പോകുമ്പോൾ ഷുഗർ ഇടിച്ചു. ഷുഗറെ കണ്ടു ഹീറോയി. ഷുഗർ ഇങ്ങനെ ഫോളോ ചെയ്ത് പറഞ്ഞു, ഇടിഞ്ഞ് വീണു. രണ്ടുപേരും കിസ്സായി. ഇത് കണ്ടു ഷോക്കായി. ഇത് ഷുഗറാണല്ലോ. ഷുഗർ ഷോക്കായി. ഷുഗർ ശ്രദ്ധിക്കായിരുന്നു. സോറി സർ. ഷുഗർ ഡ്രസ്സ് ഹീറോയുടെ ഫ്രണ്ട് മാത്രം ശ്രദ്ധിച്ചു, ഇത് ഷുഗർ അല്ലോ എന്നത്. ഹീറോയ്ക്ക് ശ്രദ്ധിച്ചില്ല. അയ്യോ സോറി സാർ എന്ന് ഒറ്റ ഓടിപ്പോയി. ഫ്രണ്ട് പറയാം, ഷുഗർക്ക് ഡിസ് അടിച്ചിട്ട് ഫസ്റ്റ് കേസ് ഷുഗർക്ക് പോയി. എന്ത് ഹീറോയി പറഞ്ഞു വരുന്നു, ഫസ്റ്റ് കേസ് ആരെ കൊടുത്തറിയില്ലെന്ന്. ഷുഗർക്കടി, അയ്യോ പൂനെക്കുട്ടിക്കാണ് ഞാൻ ഫസ്റ്റ് കേസ് എടുത്തത്. അതടി പൂനെക്കുട്ടിക്ക, ബാ നമുക്ക് പോവാം. അങ്ങനെ ഷുഗർക്ക് ഒരു ബോഡി ഗാർഡ് ഷുഗർ ഇങ്ങനെ ഹീറോയിനെ കണ്ടു. ഷുഗർ പറഞ്ഞു, ഗേൾ ഫോളോ മീ എന്ന് പറഞ്ഞു ബോഡി ഗാർഡ്. ശരി, ഓക്കെ സാർ. അങ്ങനെ ഒരു രണ്ട് കാറുണ്ടായിരുന്നു. മാഫിയാണ്. അതുകൊണ്ട് ഒരു ഡ്രൈവറിനെ അയച്ചു. ഡ്രൈവർ ഫോളോ ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് ഷുഗർ പറഞ്ഞു. ശരി, ഓക്കെ. ഷുഗർ പോയിട്ട് കിടന്നു പറഞ്ഞു. ഹീറോയ്ക്ക് മാരേജാണ്. നല്ല പാട്ട് ഡാൻസ് കഴിഞ്ഞ് കല്യാണം. അങ്ങനെ മാരേജ് ഡേയ്സ് വന്നു. ഹീറോയ്ക്ക് നല്ല റെഡി ആയിട്ട് വന്നു. ഷുഗർ വന്നു ഇതെന്താ വീഡിയോ ഒരു മാതിരി. ഷുഗർ എന്നോട് പറഞ്ഞു, സാർ എന്തോ അറിയില്ല സാർ, അവിടെ ഫങ്ഷൻ എന്തോ ഷുഗർ ഫങ്ഷനാണ്. അതെന്ത് ഫങ്ഷൻ നോക്കാൻ ഷുഗർ വന്നു.
നോക്കുമ്പോൾ ഷുഗർക്ക് ഇന്ത്യൻ കൾച്ചർ മൊത്തമായി ഡീറ്റെയിൽസ് പറയാം. ഷുഗർക്ക് ഷാക്ക് എന്ത് മാരേജാ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇവൾക്ക് മാരേജ് നടക്കും. ഷുഗർക്ക് കുറച്ച് ടെൻഷനായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് നല്ല പട്ട് സാരി എടുത്തിട്ട് ഒരു ബ്ലൂ കളറായി പർപ്പിൾ കളറായിട്ടും മിക്സായിട്ട് ഗോൾഡ് കളറായിട്ട് ഒരു സാരി നല്ല ഭംഗിയായിട്ടുള്ള സാരി എടുത്തിട്ടാണ് ഹീറോയി വന്നത്. മണ്ഡപത്തിലിരുന്നു. അങ്ങനെ മണ്ഡപത്തിൽ ഇങ്ങനെ പറയായിരുന്നു അങ്ങനെ താലി കെട്ടാൻ പോയിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ഷുഗർ കുറച്ച് കൺഫ്യൂസായി എന്ത് ചെയ്യാതിപ്പോൾ എന്നിങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഷുഗർക്കൊന്നും മനസ്സിലായില്ല. സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് ഒരു ഗേൾ വന്നു. ഇവൻ എന്നെ ചതിച്ചതാ. ഞാൻ ഇപ്പോൾ അവനെ കുട്ടിക്ക് അമ്മ ഇതെൻ്റെ വലിയ മകനാണ്, ഞാൻ ഇപ്പോൾ വീണ്ടും വരുന്നിട്ടാണ്, ഇവൻ്റെ വൈഫാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് എല്ലാവർക്കും ഷോക്ക്. അങ്ങനെ പോലീസ് അവന് പിടിച്ചോണ്ട് പോയി. നീ എന്താടാ ഇങ്ങനെ മാരേജ് കഴിക്ക് വീണ്ടും കല്യാണം കഴിക്കുന്നതെന്ന് അങ്ങനെ ഉണ്ട് യൂട്യൂബ് പറഞ്ഞു. ഇപ്പോൾ 3 ഗേൾ ഫ്രണ്ട് ഉണ്ട് ഓൾറെഡി. 3 ഗേൾ ഫ്രണ്ട് വന്നു വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവൻ അവിടുന്ന് പോയി. ഹീറോയിൻ മമ്മിക്ക് ഭയങ്കര സാഡായിരുന്നു. ആരാ എൻ്റെ മോളെ മാരേജ്? യുഗക്ക് എല്ലാ ലാംഗ്വേജ് അറിയൂ. ഷുഗ വന്നിരുന്നു. ഹലോ അങ്കിൾ ആൻറ്റി, ഞാൻ മാരേജ് കഴിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ മണ്ഡപത്തിലിരുന്നു. അവൻ്റെ ഷുഗാറിന് മാരേജ് കഴിച്ചു. ഹീറോയ്ക്ക് കൺഫ്യൂസായി. ഷുഗാറിന് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഷുഗ. അതുകൊണ്ട് മണ്ഡപത്തിലിരുന്നു താലി കെട്ടി. എല്ലാവരും ചർച്ചകൾ പോയിരുന്നു. ചിലവർക്ക് അറിയില്ലായിരുന്നു, ചിലവർക്ക് കുറച്ചവർക്ക് ഡൗട്ട് വരുന്നായിരുന്നു. അങ്ങനെ ആയിട്ട് മാരേജ് നടന്നു. ഇപ്പോൾ ഷുഗ മാസ്ക് ഇപ്പോൾ വീട്ടിലെ ഹീറോയിൻ്റെ ഡാഡി മമ്മി ഷുഗ മാസ്ക് ഊറി. ഇത് കേട്ട ഹീറോയിൻ്റെ മമ്മിക്ക് ഷാക്ക്. ഇത് അവനാണല്ലോ, എവിടെയോ കണ്ട മതിയുണ്ട്. ഹായ്, എൻ്റെ പേര് മിന്നുവെങ്കിൽ എന്നെ ഷുഗ എന്ന് വിളിക്കാം, ഞാനൊരാളുള്ളത്. ഇപ്പം കണ്ടുപിടിച്ചു. ലാസ്റ്റ് പോയി നിന്നെ മാരേജ് കഴിച്ചതാ. ഹീറോയിൻ ഉമ്മ പറയുന്നു. നിന്നെ മാരേജ് കഴിക്കുമെന്ന് പറഞ്ഞ് നിന്നെ മാരേജ് കഴിച്ചോ? ഷോക്കായി. ഹീറോയിൻ ഡാഡിക്ക് ഷോക്ക്. എന്താ ഇവനാ? അതെ, വലിയ ഫാൻ ഗേളാണ് പറഞ്ഞു. സാരില്ല, എന്തായാലും നല്ല കാര്യമില്ല, നല്ല ചെക്കനാണ്, അതുകൊണ്ട് എല്ലാം പാക്ക്. ഷുഗ പറഞ്ഞു ശരി ഓക്കെ. വീട്ടിൽ വന്ന് പറഞ്ഞു. ഷുഗ പറഞ്ഞു എല്ലാം പാക്ക് ചെയ്തോ. അങ്ങനെ എല്ലാം പാക്ക്